ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്യാഷ് ഇൻ അഡ്വാൻസ് മോഡൽ അഥവാ CIA മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്യാഷ് ഇൻ അഡ്വാൻസ് മോഡൽ. നമുക്ക് ആദ്യം ഈ മോഡൽ എന്താണെന്ന് നോക്കാം. ദ ക്യാഷ് ഇൻ അഡ്വാൻസ് മോഡൽ ഈസ് എ കോൺസെപ്റ്റ് ഇൻ മോണിറ്ററി എക്കണോമിക്സ്. ഇത് മോണിറ്ററി എക്കണോമിക്സിലെ ഒരു കോൺസെപ്റ്റാണ്. ഇത് വിശദീകരിക്കുന്നത് that describes how money and transactions work in an economy. അതായത് ഒരു എക്കോണമിയിൽ പണം, ട്രാൻസാക്ഷൻസ് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു. അതായത് നമ്മളൊരു സാധനമോ സേവനമോ മേടിക്കുമ്പോഴത്തേക്ക്, അതായത് വെയർ മണി ഈസ് റിക്വയർഡ് ബിഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി പർച്ചേസ്ഡ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് സാധനമോ സേവനമോ മേടിക്കുമ്പോഴത്തേക്ക് ഒരു കയ്യിൽ പണം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. ഈ മോഡൽ ഒരു അനലറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അത് എക്കണോമിക് ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ, പിന്നെ മോണിറ്ററി പോളിസിയുടെ എഫക്റ്റ്, ഇതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്ന ഇതിൻ്റെയൊക്കെ എഫക്ട്സ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഈ മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് മോഡൽ ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ എഫക്ട്സ് ഓഫ് മോണിറ്ററി പോളിസി ആൻഡ് ഇൻഫ്ലേഷൻ ഓൺ എക്കണോമിക് ആക്ടിവിറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ദ ക്യാഷ് ഇൻ അഡ്വാൻസ് മോഡൽ. ഒന്നാമത്തത് റിക്വയർമെൻറ്റ് ഫോർ ക്യാഷ്. അത് ഈ മോഡലിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു സാധനം മേടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സാധനമോ സേവനമോ മേടിക്കുന്ന മുമ്പ് ആൾക്കാരുടെ കയ്യിൽ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് വേണം. അത് ഇപ്പോൾ കടം പറഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ല. ആണ് ഒന്നാമത്തെ കീ ഫീച്ചർ എന്ന് പറയുന്നത്. ദ കോർ അസംപ്ഷൻ ഓഫ് ദ CIA മോഡൽ ഈസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മസ്റ്റ് ഹാവ് ക്യാഷ് ഓർ മണി ഓൺ ഹാൻഡ് ബിഫോർ ദേ ക്യാൻ ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് എന്താണ് അർത്ഥമാക്കുന്നത്? ദിസ് മീൻസ് ദാറ്റ് ട്രാൻസാക്ഷൻ കനോട്ട് ബി മെയ്ഡ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് മേടിക്കാൻ പറ്റത്തില്ല. ആൻഡ് കൺസ്യൂമേഴ്സ് നീഡ് ടു ഹോൾഡ് മണി ഇൻ അഡ്വാൻസ് ഓഫ് മേക്കിംഗ് പർച്ചേസസ്. അഡ്വാൻസ് ആയിട്ട് ഒരു പണം കയ്യിൽ വെച്ചേക്കേണ്ടതുണ്ട്. അതാണ് ഈ ക്യാഷ് ഇൻ അഡ്വാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ടൈമിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. ഈ ട്രാൻസാക്ഷൻസിൻ്റെ ടൈമിങ്ങുകൾ. ദ മോഡൽ ഓഫൺ അസ്യൂംസ് എ 2 പീരീഡ് സ്ട്രക്ചർ. 2 പീരീഡ് സ്ട്രക്ചറാണ് ഈ മോഡൽ അസ്യൂം ചെയ്യുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഫസ്റ്റ് പീരീഡാണ്. ഫസ്റ്റ് പീരീഡിൽ വരുന്നത് ഇൻഡിവിജ്വൽസ് റിസീവ് ഇൻകം ഓഫ് മണി. ആൾക്കാർ പണം റിസീവ് ചെയ്യുന്ന പീരീഡാണ് ഫസ്റ്റ് പീരീഡ്. അത് എവിടെ നിന്നാണ് അവർക്ക് പണം കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ ഫ്രം വേജസ് ഓർ അതർ സോഴ്സസ്. അവർക്ക് ശമ്പളമോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് വരുമാന മാർഗ്ഗങ്ങളിലോ കിട്ടുന്ന പൈസ, അത് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് പീരീഡ് എന്താണ്? ഈ പണം ചിലവാക്കുന്ന പീരീഡ്. ഇൻഡിവിജ്വൽസ് യൂസ് ദ മണി ദേ റിസീവ്ഡ് ഇൻ ദ ഫസ്റ്റ് പീരീഡ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫസ്റ്റ് പീരീഡിൽ നിന്ന് ലഭിച്ച പൈസ ചിലവാക്കുന്നതാണ് സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 പീരീഡായിട്ടാണ് ഇതിൻ്റെ ടൈമിങ്ങിനെ തിരിച്ചിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് മണി ഡിമാൻഡാണ്. അതായത് ഡിമാൻഡ് ഫോർ മണി. അതായത് ദ CIA മോഡൽ ഇംപ്ലൈസ് ദാറ്റ് ദർ ഈസ് എ ഡിമാൻഡ് ഫോർ മണി. എപ്പോഴും ഒരു പണത്തിന് എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കും. എന്താണ്? ബിക്കോസ് ഇൻഡിവിജ്വൽസ് നീഡ് ടു ഹോൾഡ് ക്യാഷ് ഇൻ അഡ്വാൻസ് ആയിട്ട്. അതാണല്ലോ ഈ മോഡലിൽ പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കയ്യിൽ വെക്കണം ടു മേക്ക് പർച്ചേസസ്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് മണി ദ ചൂസ് ടു ഹോൾഡ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് ഇവർ എത്ര പണം കൈ വെക്കണം എന്നുള്ളത്, അതായത് അവർ കൈവശം വെക്കണമെന്നുള്ള പണം എന്തിനെ ആശ്രയിച്ചിരിക്കും? ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് ദെയർ ഇൻകം. അവരുടെ ഇൻകത്തെ ആശ്രയിച്ചിരിക്കും. പ്രൈസസ്, ഈ സാധനങ്ങളുടെ സേവനങ്ങളുടെ വിലയെ ആശ്രയിച്ചിരിക്കും. ആൻഡ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അതർ അസറ്റ്. അതായത് മറ്റ് അസറ്റിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിൻ്റെയൊക്കെയാണ് ഇവരുടെ ഈ മണി ഡിമാൻഡ് ഇതിനെയൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ മറ്റൊരു കീ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷനാണ്. അതായത് ആൾക്കാരിപ്പോൾ പണം കൈ വെച്ചിരുന്നാൽ ഇൻഫ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, പണപ്പെരുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൈ വെച്ചിരിക്കുന്ന പണത്തിൻ്റെ മൂല്യം കുറയുകയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയാൻ പോണത്. ഇൻഫ്ലേഷൻ റെഡ്യൂസസ് ദ റിയൽ വാല്യൂ ഓഫ് മണി ഹെൽഡ് ബൈ ദ ഇൻഡിവിജ്വൽസ്. അവർ കയ്യിൽ വെച്ചിരിക്കുന്ന പണത്തിൻ്റെ റിയൽ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മേക്കിംഗ് ഇറ്റ് മോർ കോസ്റ്റ്ലി ടു ഹോൾഡ് മണി. അപ്പോൾ കയ്യിൽ പണം വെക്കുന്നത് കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അപ്പം നോക്കാം നമുക്ക്. ഇൻ എ ഹൈ ഇൻഫ്ലേഷൻ എൻവയോൺമെൻറ്റ്, ഒരുപാട് ഇൻഫ്ലേഷൻ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പീപ്പിൾ മൈറ്റ് പ്രിഫർ ടു ഹോൾഡ് ലെസ് മണി. അവർ കയ്യിൽ പണമായിട്ട് കുറച്ച് വെക്കും. ബാക്കി എന്ത് ചെയ്യും? ആൻഡ് ഇൻസ്റ്റെഡ് ട്രൈ ടു സ്പെൻഡ് ഇറ്റ് ക്വിക്ക്ലി ഓർ ഇൻവെസ്റ്റ് ഇൻ അസറ്റ്സ് ദാറ്റ് റീറ്റെയിൻ വാല്യൂ. പെട്ടെന്ന് ചിലവാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വാല്യൂ നിലനിൽക്കുന്ന അസറ്റുകളിൽ നിക്ഷേപിക്കാനോ നോക്കും. ഓക്കെ, ഷെയർസ് മേടിക്കാനോ അങ്ങനെയുള്ള ചില നിക്ഷേപങ്ങൾ നടത്താൻ അവർ ശ്രമിക്കും. ദ CIA മോഡൽ ഹെൽപ്സ് ടു അനലൈസ് ഹൗ ഇൻഫ്ലേഷൻ അഫക്ട്സ് ദ ഡിമാൻഡ് ഫോർ മണി ആൻഡ് ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഡിമാൻഡ് ഫോർ മണിയെയും ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റിയെയും ബാധിക്കുന്നതെന്ന് ഈ മോഡൽ മനസ്സിലാക്കി തരുന്നുണ്ട്. മോഡൽ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട കീ പോയിൻ്റ് ആണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. അതായത് ദ മോഡൽ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ എഫക്ട്സ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയുടെ എഫക്റ്റ് മനസ്സിലാക്കുന്നതിനും സ്റ്റഡി ചെയ്യുന്നതിനും ഈ മോഡൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം സച്ച് ആസ് ഒരു ഉദാഹരണം ഇതിൽ പറയുന്നുണ്ട്. സച്ച് ആസ് ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ ഓൺ ദ എക്കോണമി. അതായത് എക്കോണമിയിൽ മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇതൊക്കെ അതിൽ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു ഉദാഹരണത്തിന്, ഇഫ് ദ സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ദ മണി സപ്ലൈ. സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് മണി സപ്ലൈ കൂട്ടുകയാണ് എക്കോണമിയിൽ. അപ്പം ഇറ്റ് കുഡ് ലീഡ് ടു ഹയർ പ്രൈസസ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഉയർന്ന സാധനങ്ങളുടെ വില കൂടാൻ അത് കാരണമാകും. അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതെന്തിനെ അഫക്റ്റ് ചെയ്യും? അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഡിസിഷൻസ്
എബൌട്ട് ഹൗ മച്ച് മണി ടു ഹോൾഡ് ആൻഡ് സ്പെൻഡ്, എത്ര പണം കയ്യിൽ വെക്കണം, എത്ര പണം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ അനുസരിച്ച് അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്, ആ ഒരു കയ്യിൽ വെക്കേണ്ട പണത്തിൻ്റെ അളവ്, ഇതൊക്കെ വേരിയേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതിന് ഈ മോണിറ്ററി പോളിസിയുടെ എഫക്റ്റ് അനലൈസ് ചെയ്യുന്നതിന് ഈ മോഡൽ സഹായകരമാണ്. അടുത്തെന്ന് പറയുന്നത് എക്കണോമിക് ഇൻസൈറ്റ്സ് ഫ്രം ദ ക്യാഷ് ഇൻ അഡ്വാൻസ് മോഡൽ. ഈ മോഡലിൽ നിന്നുള്ള എക്കണോമിക് ഇൻസൈറ്റ്സുകൾ നമുക്കിത് മനസ്സിലായുള്ള കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ നമുക്ക് ഈ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് മണി ഹോൾഡിങ്. ഇത് കൺസംഷനും മണി ഹോൾഡിങ്ങും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു എന്നുള്ള ആ ഒരു ബന്ധം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇൻഡിവിജ്വൽസ് ഫേസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഹോൾഡിംഗ് മണി വിച്ച് ദേ നീഡ് ടു പർച്ചേസ് ഗുഡ്സ്. അതായത് പണം കൈവശം വയ്ക്കുന്നത് എന്തിനാണ്? സാധനങ്ങൾ മേടിക്കാനുള്ള. അപ്പം ഈ ഹോൾഡിംഗ് മണിയും ആൻഡ് ഹോൾഡിംഗ് അതർ അസറ്റ്സ്, അതായത് പണമായിട്ട് കൈവയ്ക്കണമോ അസറ്റായിട്ട് കൈവയ്ക്കണമോ എന്നുള്ളത്, ദാറ്റ് മൈറ്റ് ഓഫർ എ റിട്ടേൺ, അതായത് റിട്ടേൺ ലഭിക്കുന്ന അസറ്റായിട്ട് കൈവയ്ക്കണമെന്നുള്ള അതിൻ്റെ ഇത് തമ്മിലുള്ളൊരു ബന്ധം. അതാണ് ബ്രാക്കറ്റ് കൊടുത്തിരുന്ന അസറ്റുകൾ, ലൈക്ക് ബോൺസ് പോലുള്ള അസറ്റുകൾ. ഓക്കെ, അതായത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നുള്ളത്. അപ്പം ഭയങ്കര ഹൈ ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ബോൺസ് പോലെയുള്ള അസറ്റുകൾ കൈവയ്ക്കും, അല്ലേ? ഇപ്പം ഇൻഫ്ലേഷൻ കുറവാണ്, ലോ ഇൻഫ്ലേഷൻ, ഡിസ്ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ ലോ ഇൻഫ്ലേഷനോ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്? കൂടുതൽ പണമായിട്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് ക്യാഷായിട്ട് കയ്യിൽ വയ്ക്കും. മനസ്സിലല്ലേ? ആ ഒരു ട്രേഡ് ഓഫ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദിസ് ട്രേഡ് ഓഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ഇൻഫ്ലേഷൻ. അപ്പം ഈ ട്രേഡ് ഓഫ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് ഈ ട്രേഡ് ഓഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻസ് ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക് ബിഹേവിയർ. അതായത് എക്കണോമിക് ബിഹേവിയറിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, പണപ്പെരുപ്പം ഉണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ എക്കണോമിക് ബിഹേവിയർ മാറുന്നുള്ളത്. അതായത് ഇൻ എ CIA ഫ്രെയിംവർക്ക്, ഹയർ ഇൻഫ്ലേഷൻ ക്യാൻ റെഡ്യൂസ് ദ ഇൻസെൻറ്റീവ് ടു ഹോൾഡ് മണി. ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് കയ്യിൽ പണം വയ്ക്കാനുള്ള ഒരു പ്രചോദനം ആൾക്കാർക്ക് കുറയുകയാണ്. ഇതെന്തിലേക്ക് നയിക്കും? ലീഡിങ് ടു ചേഞ്ചസ് ഇൻ സ്പെൻഡിങ് ബിഹേവിയർ. അവരുടെ സ്പെൻഡിങ് ബിഹേവിയറിൽ, അതായത് കൈവശം പണമില്ല, അപ്പം അവർ സാധനങ്ങളും സേവനങ്ങളും കുറച്ച് മേടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോൾ അവരുടെ സ്പെൻഡിങ് ബിഹേവിയറിനെ ബാധിക്കുകയാണ്. അപ്പം ദിസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഓവറോൾ ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അത് മൊത്തത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം ആസ് വെൽ ആസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി, അത് മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ്സിനെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇത് സ്വാധീനിക്കുന്നു. അടുത്തത് ഈ മോഡലിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻസ് നോക്കാം. അതായത് പോളിസി മേക്കേഴ്സ് പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്ക് ഈ മോഡൽ എങ്ങനെ സഹായകരമാണെന്ന് നോക്കാം. CIA മോഡൽ സജസ്റ്റ് ദാറ്റ് മോണിറ്ററി പോളിസി ഹാസ് ഡയറക്റ്റ് എഫക്ട്സ് ഓൺ കൺസംഷൻ ആൻഡ് എക്കണോമിക് ഔട്ട്പുട്ട്. അതായത് നമുക്കറിയാമല്ലോ, കൺസംഷനിലും എക്കണോമിക് ഔട്ട്പുട്ടിലും മോണിറ്ററി പോളിസിക്ക് ഡയറക്റ്റ് എഫക്റ്റ് ആണുള്ളത്. ഓക്കെ, ആൾക്കാരുടെ കൺസംഷൻ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി ഇത് ആർക്ക് എന്തിനും ഡിസൈഡ് ചെയ്യാം? മോണിറ്ററി പോളിസിക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ബൈ ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് മണി പീപ്പിൾ ഹോൾഡ് ആൻഡ് യൂസ് ഫോർ ട്രാൻസാക്ഷൻ. അത് എന്തിലൂടെയാണ് അങ്ങനെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്, ആ ഒരു മോണിറ്ററി പോളിയുടെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്? അവരുടെ എത്ര പണം കൈവശം വയ്ക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എത്ര പണം സ്പെൻഡ് ചെയ്യുന്നു എന്ന ആ ഒരു കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഡൈനാമിക്സ്, ഞാനിപ്പോൾ പറഞ്ഞ ഡൈനാമിക്സ്, ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൈവശം വയ്ക്കുന്നു, ആ ഡൈനാമിക്സ് മനസ്സിലായിക്കൊണ്ട് ക്യാൻ ഹെൽപ്പ് പോളിസി മേക്കേഴ്സ് ഡിസൈൻ സ്ട്രാറ്റജീസ്. അതായത് പോളിസി മേക്കേഴ്സിന് ഇതിനനുസരിച്ച് സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ദാറ്റ് ബാലൻസ് ഇൻഫ്ലേഷൻ കൺട്രോൾ വിത്ത് എക്കണോമിക് ഗ്രോത്ത്. അത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന് ഉതകുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഇവർക്ക് എടുക്കാവുന്നതാണ്. ഈ മോഡൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇമാജിൻ എ സിമ്പിൾ എക്കണോമി വെയർ വർക്കേഴ്സ് ഗെറ്റ് പെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത്. മാസത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ CIA മോഡൽ, ഈ മോഡൽ പ്രകാരം ദീസ് വർക്കേഴ്സ് മസ്റ്റ് ഡിസൈഡ് ഹൗ മച്ച് ഓഫ് ദെയർ ഇൻകം ടു ഹോൾഡ് ആസ് ക്യാഷ്. ഓക്കെ, എത്ര പണം അവർ കൈവശം വെക്കണം എന്ന് ഡിസൈഡ് ചെയ്യണം അവർ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഫോർ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും മേടിക്കുന്നതിന് പണമായിട്ട് എത്ര കൈവശം വെക്കണം എന്ന് അവർ തീരുമാനിക്കണം. ഓക്കെ, ത്രൂ ഔട്ട് ദ മന്ത്, അതായത് മാസത്തിലുടനീളമാണെന്ന് ആലോചിക്കുക. കാര്യം ബിഗിനിങ് ഓഫ് ദ മന്തിൽ അവർക്ക് സാലറി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇഫ് ഇൻഫ്ലേഷൻ ഈസ് ഹൈ, ഭയങ്കര ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദ വർക്കേഴ്സ് മേ ഹോൾഡ് ലെസ് ക്യാഷ്. അവർ കുറച്ച് ക്യാഷേ കൈവശം വയ്ക്കത്തുള്ളൂ. ബാക്കി എന്ത് ചെയ്യും? ആസ് ഇറ്റ്സ് വാല്യൂ എറോഡ്സ് ക്വിക്കിലി, അവർ പെട്ടെന്ന് അതിൻ്റെ വാല്യൂ കുറയും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ആൻഡ് ഇൻസ്റ്റെഡ് സ്പെൻഡ് ഇറ്റ് ഫാസ്റ്റർ ഓർ ഇൻവെസ്റ്റ് ഇൻ അസറ്റ്സ് ദാറ്റ് റീറ്റെയിൻ വാല്യൂ. പെട്ടെന്ന് ആദായം കിട്ടുന്ന
കൂടുതൽ റിട്ടേൺ കിട്ടുന്ന അസറ്റിലേക്ക് സ്പെൻഡ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ ചിലവഴിച്ച് തീർക്കാനോ ശ്രമിക്കും. ഓക്കെ, അപ്പോഴാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഇടപെടൽ അവിടെ വരുന്നത്. ദ സെൻട്രൽ ബാങ്ക് മൈറ്റ് ഇൻ്റർവൈൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ മണി സപ്ലൈ. ഈ മണി സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് അവർ എന്തിനാണ് അവർ ഈ മണി സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ടു ഇൻഫ്ലുവൻസ് ദീസ് ബിഹേവിയേഴ്സ് ആൻഡ് സ്റ്റെബിലൈസ് ദ എക്കണോമി. ഈ നേരത്തെ പറഞ്ഞ ബിഹേവിയർ ചേഞ്ച്, അതിലൊരു സ്വാധീനം, ആ ബിഹേവിയറിൽ ഒരു ഇൻഫ്ലുവൻസ് വരുത്തിക്കൊണ്ട് എക്കണോമി സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിന് ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻ്റർവെൻഷൻസ് ഇവിടെ സഹായകരമാവുന്നു. ഈ മോഡലിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: ദ ക്യാഷ് ഇൻ അഡ്വാൻസ് മോഡൽ ഈസ് എ ഫണ്ടമെൻ്റൽ ടൂൾ. ഇതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടൂളാണ് കേട്ടോ, ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി, ഇൻഫ്ലേഷൻ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. അതായത് പണപ്പെരുപ്പം, എക്കണോമിക് ആക്ടിവിറ്റി, ഇവയുടെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഫണ്ടമെൻ്റൽ ടൂളാണിത്. പ്രത്യേകിച്ചും പർട്ടിക്കുലർലി ഇൻ എൻവയോൺമെൻറ്റ്സ് വെയർ ദ ടൈമിംഗ് ആൻഡ് നെസസിറ്റി ഓഫ് ക്യാഷ് ഫോർ ട്രാൻസാക്ഷൻസ് ആർ ക്രിട്ടിക്കൽ കൺസിഡറേഷൻസ്. അതായത് ടൈമിങ്, പണം എപ്പോൾ ചിലവാക്കണം, നെസസിറ്റി ഓഫ് ക്യാഷ് ഫോർ ട്രാൻസാക്ഷൻ, അത് ട്രാൻസാക്ഷന് വേണ്ടി ഉള്ള പണത്തിൻ്റെ ആവശ്യകത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്ന സിറ്റുവേഷൻസിൽ ഇത് വളരെ സഹായകരമായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ടൂളാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.